ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പിതാവും പുത്രനും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ചില ഭാഗങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീണ്ടും പിതാവും പുത്രനും എന്നുള്ള വിഷയത്തിൽ വ്യക്തിത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള സംശയം, പിതാവിന് വ്യക്തിത്വം ഉണ്ടായിരുന്നു, പുത്രനും വ്യക്തിത്വം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനും വ്യക്തിത്വമുണ്ട്. പിന്നെ എങ്ങനെ ഇവര് വ്യക്തിത്വത്തോടു കൂടി ഒന്നായി തീരും? ഇതാണ് ചോദ്യം. അതിന് ഉത്തരം വളരെ വിശാലമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം അത് ചിന്തിച്ചാലേ അത് മനസ്സിലാവും. ഏറ്റവും ആദ്യമേ മനസ്സിലാക്കേണ്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവിക ഘടകങ്ങൾ, അത് മറിയ എന്ന കന്യകയിൽ തുടങ്ങുന്നതല്ല. ഇന്നേക്ക് 2010 പരം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുന്നതല്ല. പിന്നെയോ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിന് മുൻപേ തന്നെ ഈ 3 ഘടകങ്ങളുള്ളതാണ്. അതുകൊണ്ട് നാം ദൈവത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, വിശേഷാൽ ദൈവിക വ്യക്തിത്വം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? അത് ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ അറിവിൽ വരണം. വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിൽ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. മനുഷ്യരുടെ പ്രതികരണം, അവരുടെ മാനസിക വളർച്ച, അവരുടെ ശാരീരിക അവസ്ഥ, ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഗ്രഹിക്കുന്നത്. നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ആളുടെ ശാരീരിക രൂപവും ആ ആളുടെ മാനസികമായ വളർച്ചയും പ്രതികരണശേഷിയും. ഈ 3 കാര്യങ്ങളോട് കൂടിയേ ഒരാൾ തൻ്റെ വ്യക്തിത്വം പുറപ്പെടുവിക്കേണ്ട രീതിയിൽ പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലുള്ള വ്യക്തിത്വം അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിച്ചത് പ്രകാരം ശാരീരിക രൂപം എന്ന് പറയുമ്പോൾ ഭൗമിക മണ്ഡലത്തിലുണ്ട്, ആത്മീയ മണ്ഡലത്തിലുമുണ്ട്. ഭൗമിക മണ്ഡലത്തിലുള്ളത് പഞ്ചഭൂതങ്ങളാൽ ചേർന്ന് ശരീരമായി തീർന്നിട്ടുള്ള ഭൗതിക ശരീരം. ആത്മീയ മണ്ഡലത്തിലുള്ളത് ആത്മീക ശരീരത്താൽ നിർമ്മിതമായ ആത്മീക ശരീരം. എന്നാൽ ഇതിനെല്ലാറ്റിനും ആധാരമായിട്ട് സകലതും ഉത്ഭവിച്ചു വന്നത് ദൈവജ്ഞാനത്തിൽ നിന്നായതുകൊണ്ട്, ദൈവജ്ഞാനം അതിനൊരു രൂപമുണ്ട്. ആ രൂപത്തെയാണ് നമ്മൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ദൈവ തേജസ്സിനാലാണ്. അതായത് ദൈവപുത്രൻ എന്ന് പറയുന്നതും ദൈവ തേജസ് എന്ന് പറയുന്നതും രണ്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 മൂലവസ്തു കണ്ടു. ഭൗതിക മൂലവസ്തു പഞ്ചഭൂതങ്ങൾ, ആത്മീക മൂലവസ്തു ആത്മീക ശരീരം, സകലത്തിനും കാരണമായ മുഖാന്തരമായ ദൈവപുത്രൻ്റെ മൂലവസ്തു എന്ന് പറയുന്നത് തേജസ്. ഇങ്ങനെ അപ്പോൾ രൂപം കണ്ടു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, 3 കാര്യങ്ങളാണ് വ്യക്തിത്വത്തിന് ആധാരം. 1 ശാരീരികമായ രൂപം, 2 മാനസികമായ അവസ്ഥ, 3 പ്രതികരണം. ഇവിടെ നിന്ന് നമ്മൾ ശാരീരികമായ രൂപത്തെ കണ്ടു. ദൈവപുത്രന് ശാരീരികമായ ഒരു രൂപം ഉണ്ടായിരുന്നു. ഈ രൂപത്തെയാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലും, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, ഇങ്ങനെയുള്ള ഒരായിട്ടുള്ള ആ രൂപത്തോടുകൂടിയ ആളാണ്, ആ ശരീരത്തോടുകൂടിയ ആളാണ് ദൈവത്തിൻ്റെ പുത്രൻ.
രണ്ടാമതാണ് ആ ആളുടെ മാനസികാവസ്ഥ. മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ, മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തിൻ്റെ അനുസരണം കൊണ്ടും പണിയുന്നതാണ്. ഒരു മനുഷ്യൻ എന്ത് പ്രാപിച്ചിരിക്കുന്നുവോ, എന്ത് ഗ്രഹിച്ചിരിക്കുന്നുവോ, എന്ത് അറിവ് പ്രാപിച്ചിരിക്കുന്നുവോ, ആ അറിവിനാൽ ആ മനുഷ്യൻ എങ്ങനെ എത്രമാത്രം ആ അറിവിനോട് അനുസരണവും വിധേയത്വവും പ്രാപിച്ചിട്ടുണ്ടോ, അതനുസരിച്ചിട്ടാണ് രണ്ടാമത് ആ മനുഷ്യൻ്റെ ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ പ്രതിഫലനം കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവപുത്രൻ്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് സകല സകലത്തെയും സൃഷ്ടിച്ചതിന് ആധാരമായ ജ്ഞാനമാണെന്ന് കാണുന്നു. ഇപ്പോൾ രണ്ട് കാര്യങ്ങളായി. മൂന്നാമത്തതാണ് പ്രതികരണം. ലോകത്തിൽ പ്രപഞ്ചത്തിലുള്ള സകല പ്രവർത്തനങ്ങൾക്കും പ്രതികരണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് അത് ഈ സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനിൽ നിന്ന് വരുന്നു എന്ന് നാം കാണുന്നു. അതായത് യഹോവ തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു, അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടു. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥന കേൾക്കുന്നതും ദൂതന്മാരോട് കൽപ്പിക്കുന്നതും ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കുന്നതും ദൈവത്തോട് മത്സരിച്ച ലൂസിഫർ ദൈവത്തിൽ നിന്ന് ശിക്ഷ പ്രാപിച്ചതും ഇങ്ങനെയുള്ള പ്രതികരണം നമ്മൾ ഈ ദൈവപുത്രനിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും വ്യക്തിത്വത്തിൻ്റെ ആധാരമായിട്ട് നാം കാണുന്നത്. ഒന്ന് ശാരീരികാവസ്ഥ, രണ്ടാമത്തത് മാനസികാവസ്ഥ, മൂന്നാമത്തത് പ്രതികരണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളോട് കൂടി ഒരു ഭയങ്കര വ്യക്തിത്വം നമ്മളവിടെ കാണുകയാണ്. ഈ വ്യക്തിത്വം ആരുടേതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് സംശയമില്ല ദൈവപുത്രൻ്റേതെന്ന് നമുക്ക് സംശയം കൂടാതെ പറയാൻ കഴിയും. ഇവിടെ ഒരു സംശയം ഉദിച്ച ചോദ്യം എന്ന് പറയുന്നത്, പിതാവിന് വ്യക്തിത്വം ഉണ്ടായിരുന്നു, പുത്രന് വ്യക്തിത്വം ഉണ്ടായിരുന്നു, പിന്നെ രണ്ടുപേരും വ്യക്തിത്വത്തോടുകൂടി ഒന്നായിത്തീരുന്നത് എങ്ങനെ? ഇതാണ് ആ ചോദ്യം. വ്യക്തിത്വത്തോടുകൂടി വ്യക്തിത്വം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഒരിക്കലും വ്യക്തിത്വത്തോടുകൂടി അവർ ഒന്നായി ചേരുക അസാധ്യമാണ്. അത് അസാധ്യമാണ്. അപ്പോൾ അത് ഏകനെന്ന് വെറുതെ പറയുന്നതായിട്ട് വരും. ഏകനെന്ന് പറയുന്നത് വെറുതെ, അതായത് തത്വത്തിൽ എന്തെങ്കിലും പറയാമെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും പ്രായോഗിക തലത്തിൽ അങ്ങനെ അല്ലാതെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇതേ ഭാഗം തന്നെ ചിന്തിച്ചു നോക്ക്. ഇതേ ഭാഗം തന്നെ നമ്മൾ വേറെ ഒന്നിലേക്ക് കിടക്കണ്ട. പിതാവ് പുത്രൻ എന്നുള്ള വിഷയത്തിൽ തന്നെ നിൽക്കാം. ഈ പിതാവിന് വ്യക്തിത്വം ഉണ്ടായിരുന്നോ? പുത്രൻ്റെ വ്യക്തിത്വം ഉണ്ടായിരുന്നോ? നമ്മളിപ്പോൾ ചിന്തിച്ചത് മുഴുവൻ പുത്രൻ്റെ വ്യക്തിത്വം. എന്നാൽ വചനം പറയുന്നത് ഇപ്രകാരമാണ്, ഈ ഇവന് ശാരീരിക അവസ്ഥ ഉണ്ടായ ഈ തേജസ്സിന് ആധാരം ആരാ? ദൈവം തേജോമയനാണ് എന്ന് പറഞ്ഞാൽ തേജസ്സോട് കൂടിക്കലർന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ രാത്രി ഒരു വഴിക്കൂടെ പോവുക, അദ്ദേഹത്തെ ഒരു തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ ഇരുണ്ട കളറുള്ള മനുഷ്യനാണ്. അദ്ദേഹം പോകുമ്പോൾ ഒരു വെള്ള ഷർട്ട് ഇട്ടിട്ട് പോവുക. അപ്പോൾ അകലെ നിന്ന് കാണുന്ന ഒരാൾ വെള്ള ഷർട്ട് ഇട്ടിട്ട് ഒരാൾ അതിലേ പോയി. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന ആളാണ്. അപ്പോൾ ഈ മനുഷ്യനെ വെള്ള ഷർട്ടോട് കൂടി കണ്ടു. ഇതാണ് അവിടെ പറയുന്ന ന്യായം. ഇവിടെ വെള്ള ഷർട്ടോട് കൂടി ഒരു മനുഷ്യനെ കണ്ടു. കണ്ടത് മനുഷ്യനെയാണോ വെള്ള ഷർട്ടിനെയാണോ? വെള്ള ഷർട്ടാണ് കണ്ടത്. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ഈ മനുഷ്യനാണ് ഈ വെള്ള ഷർട്ടോട് കൂടി കാണുന്നത്. ഇതുപോലെയാണ് കണ്ടത് തേജോമയനെയാണ്. തേജോമയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്സോട് കൂടിയവൻ. ഈ തേജസ് ആരുടെ ശരിക്കും പറഞ്ഞു? പുത്രൻ്റെതാണോ പിതാവിൻ്റെതാണോ? പുത്രൻ്റെ തേജസ്സാണോ പിതാവിൻ്റെ തേജസ്? സംശയമൊന്നും വേണ്ട. അബ്രഹാം കണ്ടത് തേജോമയനെയാണ്, തേജസ്സോട് കൂടിയ ദൈവത്തെയാണ്. തേജസ് എന്ന് പറയുന്നത് തന്നെ പുത്രൻ. അപ്പൊ പുത്രനോട് കൂടിയേ പിതാവ് വെളിപ്പെട്ടതായി കാര്യമായി പറയുന്നത് ഇവിടെ തേജോമയനെന്ന്. പുത്രനോട് കൂടി, പുത്രനിൽ കൂടി വെളിപ്പെട്ട പിതാവിനെയാണ് തേജോമയൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമായ ശരീരം എന്ന് പറയുന്നത് ആരുടെ ശരീരമാണ്? ആരാ? പിതാവിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പുത്രനായിട്ട് വരും. പുത്രൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടമസ്ഥൻ പിതാവായിട്ട് വരും. പ്രധാന സ്തോത്രം. ഇതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പിതാവിന് വേറൊരു ശരീരം, പുത്രന് വേറെ ശരീരം ഉണ്ടോ എന്ന് പറയും. അങ്ങനെയില്ല. പിതാവിന്റെ ശരീരമാണ് തേജസ്സ്. ആ തേജസ്സ് തന്നെയാണ് യെഹെസ്കേൽ കണ്ട ദൈവപുത്രൻ. യെഹെസ്കേൽ കണ്ടത് ആരാണെന്നുള്ളത് 10-ാം അധ്യായത്തിലും 1-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ യഹോവയുടെ മഹത്വത്തെയാണ് കണ്ടത്, തേജസ്സിനെയാണ് കണ്ടത്. ആ തേജസ്സ് തന്നെയായിരുന്നു 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ ദൈവമാണ്. ഈ ആൾ തന്നെയാണ് ദൈവപുത്രൻ. അപ്പൊ കണ്ടത് തേജസ്സിനെയാണ്. ഈ തേജസ് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ തേജസ് ധരിച്ചിരിക്കുന്നത് ഏകസത്ത ഈ കാരണഭൂതനായ ദൈവമാണ്. അപ്പൊ തേജസ്സിനെ കൂടാതെ പിതാവിനെ കാണാൻ പറ്റില്ല. തേജസ് എന്ന് പറയുന്നത് തേജസ് എന്ന് പറയുന്നത് പുത്രനാണ്. അതുകൊണ്ട് പുത്രനിൽ കൂടിയല്ലാതെ പിതാവിന് ശരീരമില്ല. അപ്പൊ 2 ശരീരമല്ല, ഒരു ശരീരമേ ഉള്ളൂ. ഒന്നുകിൽ അത് പുത്രന്റെ, അപ്പോൾ പിതാവിന് ശരീരമില്ലെന്ന് വരും. ഇല്ലെങ്കിൽ പിതാവിന്റെ, അപ്പോൾ പുത്രൻ എന്ന് പറയുന്നത് ശരീരം എന്നുള്ള നിലയിൽ മാത്രം വരും. ശരീരം എന്നേ ഉള്ളൂ. രണ്ടാമത്തത് മാനസികാവസ്ഥ. മാനസികാവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് പണിയുന്നത് നമ്മൾ അറിയാം, ജ്ഞാനം കൊണ്ടാണ്. അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ. യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 37, 38 അധ്യായങ്ങളിൽ നമ്മളത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ, മനസ്സിന് വിവേകം കൊടുത്തവനാരെ. മനസ്സ് പണിയുന്നത് ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനവും പ്രാപിച്ച ജ്ഞാനത്തിന്റെ അനുസരണവുമാണ് ഒരു മനുഷ്യന്റെ മാനസിക വളർച്ച. അതിങ്ങനെ മാനസികമായ വളർച്ച വന്നു, അത് വളർന്നു, അവൻ ജ്ഞാനമുള്ളവനായി. ജ്ഞാനത്താൽ ഒന്നായി. ഈ ജ്ഞാനം ആരുടെ? പുത്രന്റെ ജ്ഞാനമോ പിതാവിന്റെ ജ്ഞാനമോ? അതിന് സ്പഷ്ടമായിട്ട് വചനം കൊടുത്തിട്ടുണ്ട്. ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തു. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ ജ്ഞാനമല്ല, പിന്നെയോ ക്രിസ്തു ജ്ഞാനമാണ്. ഒന്നുകിൽ പിതാവിന്റെ ജ്ഞാനമാണ് ക്രിസ്തു, അല്ലെങ്കിൽ ക്രിസ്തു എന്നത് ദൈവജ്ഞാനമാണ്. അപ്പോ ഈ ജ്ഞാനത്തിന് വ്യക്തിത്വം ശരീരത്തിന്റെ വ്യക്തിത്വം ആർക്കാണ്? പിതാവിനാണ്. പുത്രന് വേറെ ശരീരം ഇല്ല. ജ്ഞാനം ആർക്കാണ്? ജ്ഞാനം എന്ന് പറയുന്നത് പുത്രനാണ്. ആരുടെ? പിതാവിന്റെ. പിതാവ് ആരാ? കാരണഭൂതനായ ദൈവം. അപ്പോൾ ജ്ഞാനത്തിൽ കൂടിയേ ജ്ഞാനിയെ കാണാൻ പറ്റുള്ളൂ. ജ്ഞാനിയെ അവിടെ കാണാൻ പാടില്ല, ജ്ഞാനത്തെ കാണാവുള്ളൂ. ഈ ജ്ഞാനത്തിന്റെ രൂപമാണ് ദൈവപുത്രൻ. മൂന്നാമത് പ്രതികരണം. ഈ ഒരൊറ്റ വാക്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. പിതാവായ ദൈവം പറഞ്ഞ ഒരു വാക്ക്, പുത്രൻ പറഞ്ഞ ഒരു വാക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. മറിയ എന്ന കന്യകയിൽ യേശു ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. പിതാവായ ദൈവം പറഞ്ഞ ഒരു വാക്ക്, പുത്രൻ പറഞ്ഞ ഒരു വാക്ക്. നമുക്ക് സംശയം വേണ്ട. പിതാവ് പറഞ്ഞ വാക്ക്, ഇവൻ എൻ്റെ പുത്രൻ, ഇവനെ എന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. പിതാവ് പറഞ്ഞ വാക്കല്ലേ. ഉൽപ്പത്തി 1:26 അനന്തരം യഹോവയായ ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അനുസരിക്കുക. പിതാവ് പറഞ്ഞ വാക്കല്ലേ. അതെ, ശരി. പുത്രൻ പറഞ്ഞൊരു വാക്കെടുത്ത്. ഇവിടെ മനുഷ്യനായി യേശു ജനിക്കുന്നതിന് മുമ്പായിരിക്കണം. പുത്രൻ പറഞ്ഞൊരു വാക്ക്. ഒരു വാക്കില്ല. പിതാവ് പറഞ്ഞ വാക്കാണ് പുത്രൻ. പിതാവിന്റെ വചനം വെളിപ്പെട്ടു വന്ന് പുത്രനിൽ കൂടിയാ. അവന് വേറെ ഒരു വാക്കില്ല, വേറൊരു വചനവുമില്ല. ഉണ്ടെങ്കിൽ രണ്ടിന് 2 വചനമാകും. എങ്ങനെ? പിതാവിന്റെ വചനം ഒന്ന്, പുത്രന്റെ വചനം ഒന്ന്. പിതാവിന്റെ ജ്ഞാനം ഒന്ന്, പുത്രന്റെ ജ്ഞാനം. പിതാവിന്റെ ശരീരം ഒന്ന്, പുത്രന്റെ ശരീരം ഒന്ന്. അങ്ങനെയില്ല. പിതാവിന്റെ ശരീരമാണ് തേജസ്സാകുന്ന പുത്രൻ. പിതാവിന്റെ ജ്ഞാനമാകുന്നു ദൈവപുത്രൻ. ജ്ഞാനിയുടെ ജ്ഞാനമാണ് പുത്രൻ. പിതാവിന്റെ പ്രതികരണമാണ്, വചനമാണ് പുത്രൻ.
അപ്പോൾ ശരീരം, ജ്ഞാനം, വചനം എന്നീ 3 ഘടകങ്ങൾ ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിതാവിൻ്റേതാണ്. ഈ 3 ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്രനാണ്. പിതാവ് വെളിപ്പെടുന്ന 3 കാര്യങ്ങളാണ്. തേജസ്സിൽ വെളിപ്പെടുന്നു, ജ്ഞാനത്തിൽ വെളിപ്പെടുന്നു, വചനത്തിൽ വെളിപ്പെടുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, യഹോവ ശമൂവേലിന് വചനത്താൽ വെളിപ്പെട്ടതുപോലെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. ഒന്ന് തേജസ്സിൽ വെളിപ്പെടും, ജ്ഞാനത്തിൽ വെളിപ്പെടും, വചനത്തിൽ വെളിപ്പെടും. ഇതൊന്നും 2 വ്യക്തിത്വമില്ല. വ്യക്തിത്വം ഒന്നേ ഉള്ളൂ. അത് പിതാവിൻ്റെതാണ്. വ്യക്തിത്വം എന്ന് പറയുന്നത് പുത്രനാണ് താനും. അതുകൊണ്ട് ഒരു മനുഷ്യ ജീവിതം ഏറ്റവും ആദ്യമേ ഗ്രഹിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് 2 വ്യക്തിത്വമില്ല. വ്യക്തിത്വം ഒന്നേ ഉള്ളൂ. അത് പിതാവിന്. ആ വ്യക്തിത്വമാണ് പുത്രൻ. ആ വ്യക്തിത്വമാണ് മനുഷ്യനിലെ പുത്രൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനായ ആ ആ ശരീരമായ പുത്രൻ. അന്ന് മനുഷ്യനില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് 2 വ്യക്തിത്വം ഒരിക്കലും പിതാവിനും പുത്രനുമില്ല. പിതാവിനും പുത്രനും ഒരു വ്യക്തിത്വമേ ഉള്ളൂ. വ്യക്തിത്വം പുത്രനും, വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥ ദൈവവും, പിതാവായ ദൈവവും. ജ്ഞാനം ജ്ഞാനം പുത്രനും, ജ്ഞാനി പിതാവും. വചനം പുത്രനും, വചനം പുറപ്പെട്ടു വന്ന ഉറവിടമായ പിതാവും ദൈവവും. ഇങ്ങനെയാണ് ദൈവിക വ്യക്തിത്വത്തിന്റെ അവസ്ഥ. ഏറ്റവും ഒന്നാമത്തെ വ്യക്തി, സകല പ്രപഞ്ചത്തിനും ആരംഭമായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വ്യക്തിത്വമാണ്. ആദ്യത്തെ വ്യക്തിയാണ് ദൈവം. ഏറ്റവും ആദ്യത്തെ വ്യക്തി. അടുത്ത ഭാഗത്ത് നമുക്ക് ഇതിന്റെ മറുഭാഗം ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.